നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് വെഡ്ഡിംഗ് കാസൽ. ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മികവുറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പു നൽകുന്നു. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, എടപ്പാൾ. 1 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കൊല്ലൻപടി കടവനാട് റോഡ് പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ₹1 കോടി ചെലവിൽ നിർമ്മിച്ച കൊല്ലൻപടി കടവനാട് അയ്യപ്പൻകാവ് റോഡ് പി നന്ദകുമാർ MLA നാട്ടിന് സമർപ്പിച്ചു. ഹാർബർ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് 750 മീറ്റർ നീളത്തിലാണ് ഡ്രെയിനേജിന്റെയും റോഡിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. മഴക്കാലമെത്തുമ്പോൾ വെള്ളക്കെട്ടായതിനാൽ യാത്ര ദുസ്സഹമാകുന്ന അവസ്ഥയായിരുന്നു ഈ പ്രദേശത്ത്. മഴവെള്ളത്തെ പൂക്കയത്തക്കടവിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലാണ് ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. കാലവർഷം തുടങ്ങിയാൽ വെള്ളക്കെട്ടിനാൽ രൂക്ഷമാകുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമായിരുന്നു. വളരെ പ്രയാസകരമായ രൂപത്തിലേക്ക് ആണ് കുറച്ചു കാലം ഇവിടെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങൾ അനുഭവിച്ചത്. ഇതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ, മറ്റ് കടലോരം, ഇങ്ങനെ എല്ലാം കൊണ്ടും നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിലനിൽക്കുന്ന ഒരു നഗരസഭയാണ് പൊന്നാനി നഗരസഭ. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ രൂപത്തിലേക്ക് എല്ലാവർക്കും സേവനമെത്തിക്കാൻ ഒരേ ആഗ്രഹമുണ്ടെങ്കിലും കഴിയാത്ത രൂപത്തിലേക്കുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. അതിന് പരിഹാരം കാണുന്നതിനാണ് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയുള്ള പല ഇടപെടലുകളും നടത്താൻ നമ്മൾ ശ്രമിക്കാറ്. ഇപ്പൊ ഈ റോഡിന്റെ കാര്യം തന്നെ ശിവദാസൻ പറഞ്ഞ പോലെ ഞാനും പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എന്നോട് തന്നെ ഒരുപാട് പരാതികൾ ഇവിടുത്തെ കൗൺസിലർമാർ മാത്രമല്ല നാട്ടുകാരും പറയാറുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ആവശ്യമായിട്ടൊരു ഘടകം എന്ന നിലയ്ക്ക് ഈ കേരളത്തിലെ തീരദേശ മേഖലയ്ക്കകത്ത് ഉള്ള നഗരസഭകളിലും പഞ്ചായത്തുകൾക്കും പ്രത്യേകമായിട്ട് അനുവദിക്കുന്ന ആ തീരദേശമുള്ള പഞ്ചായത്തുകളിലെ ഏത് പ്രവർത്തനം ഏത് രൂപത്തിൽ നടത്തണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം MLA കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം ഗവൺമെന്റാണ് ഫണ്ട് അനുവദിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഇപ്പൊ ഈ റോഡിന്റെ സൂചിപ്പിച്ച പോലെ ₹1 കോടി ഫണ്ട് അനുവദിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. നമുക്ക് ഈ നഗരസഭയിൽ ഇതേപോലെ തന്നെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന മറ്റു ദിവസങ്ങൾ കുറ്റിക്കാടുന്ന പള്ളി വരെയുള്ള റോഡിന്റെ പ്രദേശം, അതിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എനിക്കറിയില്ല. ആ റോഡിനെ ഫണ്ടൊക്കെ അനുവദിച്ച് ടെൻഡറായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തീരദേശത്തെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഈ സ്കൂൾ കെട്ടിടത്തിലുള്ള ഫണ്ടും നമുക്ക് സ്പെഷ്യലായിട്ട് അനുവദിക്കാറുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, കടലോരത്തുള്ള ആൾക്കാരുടെ ഫണ്ട് തട്ടിപ്പറിച്ചിരിക്കുകയാണ് എന്ന രൂപത്തിലേക്കുള്ള പ്രചരണം ഇവിടെ സംഘടിപ്പിക്കുന്നത്. പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറയേണ്ട വിവരക്കേട് കാണിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഒരു നഗരസഭയോ പഞ്ചായത്തോ കടലോരമുണ്ടെങ്കിൽ ആ കടലോരത്തിലുള്ള പഞ്ചായത്തിനും നഗരസഭയ്ക്കും അനുവദിക്കപ്പെടുന്ന ഫണ്ടാണിത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, കൗൺസിലർമാരായ ബിൻസി ഭാസ്കർ, VP ബാബു എന്നിവർ സംബന്ധിച്ചു.